എന്ത് അത് മാത്രം കൂട്ടിട്ട് ചോറിനത് എന്ത് മാങ്ങയാ നീ വേണോ എന്താ മീൻ കൂട്ടാത്ത് അപ്പോൾ മീൻ കറി മീൻ വറുത്തതാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനത് കഴിക്കാത്തതുകൊണ്ട് ഏട്ടൻ പോയിട്ട് കുറച്ച് പാർട്സ് വാങ്ങിയിട്ട് ചിക്കൻ പാർട്സ് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ ടൗണിൽ പോയി. അവിടെ പോയപ്പോൾ അവിടെ സ്റ്റോക്കില്ല, ഞായറാഴ്ച ചെയ്തുകൊണ്ട് തീർന്നു പോയി എന്ന് പറഞ്ഞാൽ തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വന്നിട്ട് അച്ചാറും പിന്നെ ഇത്തിരി ഉപ്പിലിട്ടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഫുഡ് കഴിക്കുക. അപ്പോൾ അതിനിടയ്ക്ക് ശ്രീന് വന്ന് വാശി പിടിക്കുക, അവൾക്ക് ഇനിയും ഉപ്പിലിട്ട മാങ്ങ വേണം പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇന്നിപ്പോൾ കുടുംബശ്രീ ഉള്ള ദിവസമാണ്, 4:30 to 5:30 അത് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴയും വന്നു കേട്ടോ. ഈ ഒരു അരി വന്നിട്ട് ഇന്നലെ വൈകിട്ട് വെള്ളത്തിലിട്ടതാണ്. അത് അപ്പോൾ രാവിലെ എണീക്കാൻ വയ്ക്കൊണ്ട് തന്നെ അതവിടെ മാറ്റി വെച്ചു. നൂലപ്പം ഉണ്ടാക്കാനായിട്ട് ഇട്ടതാണ്, അതങ്ങനെ മാറ്റി വെച്ചു. പിന്നെ ഞാൻ വൈകിട്ട് അത് അരച്ച് ഉണ്ടാക്കാമെന്ന് വെച്ചപ്പോഴേക്കും നല്ല ഇടിമഴയും കറണ്ടും പോയി. അപ്പോൾ പിന്നെ വൈകുന്നേരം ഉണ്ടാക്കിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് രാശിയില്ലാത്ത അരിയായി പോയിന്ന്. അപ്പോൾ ഏട്ടൻ പറയാം രാശിയില്ലാത്തതുകൊണ്ടല്ല നിൻ്റെ കുഴപ്പം കൊണ്ട് അരി അങ്ങനെ ഇരിക്കുന്നതെന്ന്. അതൊക്കെ പറഞ്ഞ് കുറേ നേരം ചിരിച്ചു കേട്ടോ. പിന്നെ ഇതാ വൈകിട്ടായപ്പോഴേക്കും ഓംലെറ്റും പിന്നെ അതേപോലെ തന്നെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചു. അപ്പോൾ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും കറണ്ട് വന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ആ അരിനൊന്ന് അരച്ച് രാവിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ കുറച്ച് തേങ്ങയും അത് കുറേ ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ട് അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നാളേക്ക് എന്താവും എന്തോന്നൊരു പിടിയില്ല കേട്ടോ. ഉണ്ടെങ്കിൽ ഈ ഒരു അരച്ച മാവിനുണ്ടല്ലോ തട്ടിക്കൂട്ടിയിട്ട് എന്തെങ്കിലും ഒരു അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. എന്തായാലും ഉപ്പും പഞ്ചസാരയൊക്കെ ചേർത്ത് കള്ളപ്പത്തിൻ്റെ ഒക്കെ ഒരു രൂപത്തിൽ വരുമായിരിക്കും, കള്ളപ്പം അല്ലെങ്കിൽ വെള്ളപ്പം. എന്തായാലും അത് നെക്സ്റ്റ് കാണാം.